ഹലോ ഗൈസ്, ഇന്നൊരു ഹാപ്പി സൺഡേ ആണ് കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ വീട്ടിലത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ കപ്പ വിത്ത് ബീഫ് കറി. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ അത്. പിന്നെ ഞങ്ങൾ സത്യക്രിസ്ത്യാനികൾക്ക് ഏറ്റവും ഒഴിച്ചുകൂടാവാനാവാത്ത ഒരു കാര്യമാണ് പള്ളിപ്പോക്ക്. അപ്പോൾ എല്ലാവരും പള്ളിയിൽ പോകാനുള്ളൊരു തിരക്കാണ് കേട്ടോ. ചേട്ടയാണെങ്കിൽ രാവിലെ തന്നെ വണ്ടിയൊക്കെ ഒന്ന് കഴുകി കുട്ടപ്പനാക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് വേഗം പോയി കുളിച്ചിട്ട് വന്ന് പിള്ളേരെയൊക്കെ ഒന്ന് വേഗം റെഡിയാക്കി. പെൺകുട്ടികളൊക്കെ ആയതുകൊണ്ട് അവർക്ക് ഒരുപാട് ഡിമാൻഡാണ് ഒരുങ്ങുമ്പോൾ. എനിക്ക് മുടി അങ്ങനെ കെട്ടണം, ആ ബണ്ണിടണം, കണ്ണിങ്ങനെ എഴുതണം, അങ്ങനെയൊക്കെ. ക്യാമറയൊക്കെ ഓണാക്കി വെച്ചതുകൊണ്ട് തന്നെ ചിന്നൂസ് ഭയങ്കര ഡാൻസൊക്കെയാണ് കേട്ടോ ക്യാമറയുടെ ഫ്രണ്ടിൽ കിടന്നിട്ട്. അങ്ങനെ രണ്ടുപേരെയും പെട്ടെന്ന് തന്നെ റെഡിയാക്കി സുന്ദരികളാക്കി വിട്ടു കേട്ടോ. ചേട്ടൻ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് വേഗം റെഡിയാവും, സമയം പോകുന്നുണ്ട് എന്നൊക്കെ. അങ്ങനെ അവരെ റെഡിയാക്കിയതിന് ശേഷം ഞാനും വേഗം തന്നെ റെഡിയായി. ഞങ്ങളെല്ലാവരും ഇറങ്ങി പള്ളിയിലേക്ക്. ഞങ്ങളെല്ലാവരും പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് ഇറങ്ങി കേട്ടോ. വീട്ടിൽ നിന്ന് കുറച്ച് ദൂരേ പള്ളിയിലേക്കുള്ളൂ. പക്ഷേ റോഡൊക്കെ അത്യാവശ്യം നല്ലതായതുകൊണ്ട് തന്നെ കുറച്ച് പയ്യാണ് പോകാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്കറിയാലോ, പെണ്ണുങ്ങൾ ഒരുങ്ങി ഇറങ്ങുമ്പോൾ ഉള്ളൊരു സമയം, അതുകൊണ്ട് കുർബാന കുറച്ച് തുടങ്ങിയായിരുന്നു. പിന്നെ എല്ലാവരും നല്ല ഭക്തിപൂർവ്വം തന്നെ കുർബാനയൊക്കെ നല്ല രീതിയിൽ കണ്ടിറങ്ങി. പിന്നെ കുർബാനയ്ക്ക് ശേഷം കുട്ടികൾക്ക് കാറ്റീസം ഉണ്ട് കേട്ടോ. നമ്മൾ സ്കൂളിലെ പോലെ തന്നെ 1ാം ക്ലാസ് മുതൽ +2 വരെ കാറ്റീസം ഉണ്ട്. അപ്പോൾ മോളൂസിനെയും ചിന്നൂസിനെയും ജൂക്കുട്ടനെയും ഞങ്ങൾ പള്ളിയിലാക്കിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ടൗണിലേക്ക് ഇറങ്ങി. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെയും ചേട്ടയുടെയും ഫോണൊന്ന് നിലത്ത് വീണ് പൊട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗ്ലാസ് ഒന്ന് ഒട്ടിക്കണമായിരുന്നു. പിന്നെ കുട്ടികൾക്ക് മുടി പെട്ടെന്ന് വളരൂലേ, നമ്മളൊന്ന് മുടി വെട്ടി കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഇരട്ടി അവർക്ക് മുടി വളരും. അപ്പോൾ ഇച്ചൂസിൻ്റെ മുടി നല്ലപോലെ ഒന്ന് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇച്ചൂസിനൊന്ന് മുടിയൊക്കെ വെട്ടി ഒന്ന് സുന്ദരക്കുട്ടപ്പനാക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടോ. അങ്ങനെ മുടിയൊക്കെ വെട്ടിയതിന് ശേഷം ഞങ്ങൾ പള്ളിയിലേക്ക് തിരിച്ചു. കാറ്റീസൊക്കെ കഴിയാൻ സമയമായിരുന്നു കേട്ടോ. അപ്പോൾ ജൂക്കുട്ടനാണ് ഞങ്ങളെ കണ്ടിട്ട് ഓടി വരുന്നുണ്ട്. എന്നിട്ട് വീഡിയോ ആണോ, ഇന്ന് നേരത്തെ എത്തിയോ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ചേട്ടായി പിന്നെ പിള്ളേരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു. അവരുടെയും കഴിഞ്ഞായിരുന്നു. മോളൂസും ചിന്നൂസും വന്ന് ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് മടങ്ങി. ഇതാണ് ഞങ്ങളുടെ സൺഡേ കേട്ടോ. നിങ്ങളുടെയൊക്കെ എങ്ങനെയായിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക്